സ്ത്രീകൾ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനും സ്ത്രീകൾക്കും മാത്രമായിട്ട് ഇങ്ങനെ ഒരു വരുന്നത്? പുരുഷനെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നത്? ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഈക്വൽ ടു ജെൻഡർ നിങ്ങൾ മാറ്റി നിർത്തുന്നത് അല്ല. കുറച്ചുകൂടി പ്രിവിലേജ് അനുഭവിക്കുന്ന, കുറച്ചുകൂടി ഈ പറയുന്നത് പോലെ കുറച്ചുകൂടി സാധ്യതകളുള്ള, അതായത് ജോലി ചെയ്യാനാണെങ്കിലും കൂടുതൽ ഇപ്പൊ വേതനത്തിന് കാര്യമാണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിനും ഒരു സ്ത്രീക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേതനം തീർച്ചയായിട്ടും ഒരു പുരുഷന് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന ജോലിയും ആ ജോലിയിൽ ഇരിക്കുന്ന പോസ്റ്റ് അനുസരിച്ചാണ് സാലറി അഥവാ വേതനം കൊടുക്കുന്നത്. ചേച്ചിയുടെ നാട് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുരുഷന്മാർ ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് നിൽക്കുന്ന സംവരണം സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുക. സംവരണം എന്തിനാണ്? സീറ്റ് സംവരണം എന്തിനാണ്? സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനാണ് സംവരണം. സ്ത്രീകൾക്ക് സുരക്ഷിത ഉണ്ടാക്കാനല്ല സംവരണം കൊണ്ടുവരുന്നത്. സംവരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനാണ്. പ്രിവിലേജ് എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ വേണ്ടിയാണ് സംവരണം കൊണ്ടുവന്നിരുന്നത്. അല്ല സുരക്ഷിതമായിട്ട് നടക്കാനോ സുരക്ഷ ഉണ്ടാക്കാനായിട്ടുള്ള സാധനമല്ല ഈ സംവരണം. പ്രിവിലേജ് അഥവാ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് സംവരണം എന്ന് പറഞ്ഞ സാധനം. പഞ്ചായത്ത് ഇലക്ഷൻ അവിടെ ഇത്ര വാർഡുകളിൽ സംവരണ സീറ്റായിരിക്കും. കാരണം സ്ത്രീകൾ മത്സരിച്ചാൽ മതി ആ സമയത്ത്. കാരണം പൊതുവെ ആണുങ്ങൾക്കായിരിക്കും ആ നാട്ടിൽ ജനപ്രീതി കൂടുതൽ. അപ്പൊ ആ ഒരു ടൈമിൽ ഒരു സ്ത്രീ വന്ന് നിന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് അധികം ഇറങ്ങാത്ത ഒരു സ്ത്രീ വന്ന് അവരുടെ കൂടെ ഇലക്ഷൻ നിന്ന് തന്നെ അവർ ജയിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ആ വാർഡിൽ സംവരണം വെക്കുന്നത്. സ്ത്രീകൾ മാത്രം നിന്നാൽ മതി. സ്ത്രീകളോട് തന്നെ മത്സരിക്കട്ടെ. അതാണ് സംവരണം. അതായത് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് മുന്നോട്ട് വരാനും അവർക്ക് മത്സരിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ സംവരണം അവിടെ ചെയ്യുന്നത്. അത് സുരക്ഷിതത്വം ഉണ്ടാക്കുകയല്ല, പ്രിവിലേജ് അഥവാ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് സംവരണം ചെയ്യുന്നത്. സ്ത്രീകൾ ജനറൽ സീറ്റുകളിൽ ഇരിക്കും, സംവരണത്തിലിരിക്കും. അപ്പൊ കൂടി വരുന്ന യാത്രക്കാർ കൂടി വരും ചെയ്യും. അപ്പൊ ടിക്കറ്റ് എടുത്ത് പുരുഷന്മാർ എണീറ്റ് നിൽക്കും വേണം. ഞാൻ അതിനോടാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ പറയുന്നത് പോലെ സൗജന്യം കൊടുക്കുന്നു പറഞ്ഞതുകൊണ്ട് അവർക്ക് അവിടെ അവകാശമില്ലെന്നോ പൈസ കൊടുക്കുന്നവർക്കാണ് മേൽക്കോയ്മയെന്നോ അങ്ങനെയൊന്നും. എന്താണ് തെറ്റ്? പൈസ കൊടുത്ത് കയറുന്ന ഒരാൾക്ക് ഇരിക്കാൻ സീറ്റ് കാണത്തില്ല. ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് ലോക്കൽ ബസ്സിൽ പോകുന്ന പൈസ കൊടുത്ത് പോകാനായിട്ട് വരുന്ന ഒരാണിന് ഇരിക്കാൻ സീറ്റ് കാണത്തില്ല. ജനറൽ സീറ്റിൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കാം. പെണ്ണുങ്ങളുള്ള സീറ്റിൽ മാത്രം ഇരുന്നൂടെ? ജനറൽ സീറ്റിൽ അവർക്ക് ഇരിക്കാം. ആണുങ്ങൾക്ക് ജനറൽ സീറ്റ് ഇരിക്കാം. ഇത്ര പെണ്ണുങ്ങൾ വന്ന് തള്ളിക്കുക ആ ബസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് ഇരിക്കാൻ ജനറൽ സീറ്റ് കാണോ? അതാണ് ഒരു ചോദ്യം. ആണുങ്ങൾക്ക് ഇരിക്കാൻ ജനറൽ സീറ്റ് കാണൂല. സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ഓഫീസിലും ടെക്നോ പാർക്കിലും ഗവൺമെന്റ് ഇതിൽ വന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലാക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, ക്യാൻസർ അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക്, പിന്നെ 55 60 മുതൽ വയസ്സുള്ള വൃദ്ധർക്ക്, വയസ്സായ ആൾക്കാർക്ക്, ഇവർക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഉണ്ടായേനെ. സ്ത്രീകൾ പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീകൾക്ക് കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു രീതി ഇങ്ങനെ ആയിരുന്നില്ല. കാരണം പ്രിയദർശിനി എന്ന് പറഞ്ഞ ബസ്സിൽ ആണുങ്ങൾക്കും കയറാം, പെണ്ണുങ്ങൾക്ക് മാത്രം പോയി. ഇപ്പം ബേസിക് ആയിട്ട് സംഭവം എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാർ ഇരിക്കാൻ സീറ്റ് കാണത്തില്ല. ഇത്രയും ലേഡീസ് അതിനകത്ത് തിങ്ങി നിന്ന് തള്ളിയാകുമ്പോൾ സീറ്റ് കാണത്തില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷേ അത് റെക്ടിഫൈ ചെയ്ത് പോകാൻ ഒരുപാട് വഴികളുണ്ട്. തമിഴ്നാട്ടിൽ പിങ്ക് ബസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ടിക്കറ്റും പുരുഷന്മാരതിനകത്ത് കയറി കഴിഞ്ഞാൽ പകുതി ടിക്കറ്റോ അങ്ങനെ എന്തുകൊണ്ടാണ്. അതേപോലെ പിങ്ക് ബസ് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ഒരു ബസ് സംവിധാനം കൊണ്ടുവരിക. അതിൽ സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ആയിട്ട് കയറാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക. സ്ത്രീകൾ മാത്രം അതിനകത്തോട്ട് കയറിക്കോട്ടെ. ബാക്കിയുള്ള ബസ്സുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കയറി കഴിഞ്ഞാൽ എല്ലാം ടിക്കറ്റ് എടുത്ത് പോട്ടെ. ഫ്രീ ആയിട്ട് പോകാൻ താല്പര്യമുള്ള ഈ പിങ്ക് ബസ് പോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കി അതിലൊന്നും പോട്ടെ. അപ്പൊ ഈ ആണുങ്ങൾ എന്തായാലും പിങ്ക് ബസ്സിൽ കയറാൻ പറ്റത്തുകൊണ്ട് അവിടെ നിന്ന് തള്ളാൻ കിടന്നുള്ള പ്രശ്നങ്ങളൊന്നും വരുത്തുന്നില്ലല്ലോ. ഇതിപ്പോ പൈസ എടുത്ത് കയറുന്ന ഇരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അല്ലാതെ ആരും നിങ്ങൾ പൈസ കൊടുക്കാതെ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല, നമ്മളെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നില്ല. അവർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ആരടുത്ത് പറയേ.